Hi friends, welcome back to our channel. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിലെ 11ാമത്തെ പാഠഭാഗമായ ലെറ്റർ മാത്ത് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ലെറ്റർ മാത്ത് ആണ് അല്ലേ. എന്താണ് ലെറ്റർ കൊണ്ടുള്ള ഒരു മാത്തിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്നുള്ളതാണ് ആദ്യത്തെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എ സിമ്പിൾ പ്രോബ്ലം, ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഫസ്റ്റ് ഡ്രോ എ 5 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ, ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വലിയ വര നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ, ഇതേപോലെ നിങ്ങളും വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് മാർക്ക് എ പോയിന്റ് ഓൺ ഇറ്റ് 1 സെൻറ്റിമീറ്റർ ഫ്രം ദ റൈറ്റ് എൻഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റൈറ്റ് എൻഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡിഡ് യു പുട്ട് ദ സ്കെയിൽ ലൈക്ക് ദിസ്? അപ്പോൾ അതിന് എന്ത് ചെയ്യണം, സ്കെയിൽ ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇവിടെയാണ് റൈറ്റ് എൻഡ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓർ ലൈക്ക് ദിസ്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്കെയിലെ നേരെ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെയും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. എനി അതർ വേ ടു പ്ലേസ് ദ സ്കെയിൽ, ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ സ്കെയിൽ വെക്കാൻ വേണ്ടി പറ്റുമോ? നമുക്ക് ഈ എൻഡ് തന്നെ വെക്കണം എന്നൊന്നുമില്ല അല്ലേ. ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് വെച്ച് 1 സെൻറ്റിമീറ്റർ നമുക്ക് അളന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ വാട്ട് ഡിഡ് വി ഡു ഹിയർ? ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്നേ എടുത്തിട്ടുള്ളൂ. അത് ഏത് രീതിയിൽ എടുക്കണം എന്നൊന്നും നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എടുത്താലും 1 സെൻറ്റിമീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ പോയിന്റ് 1 സെൻറ്റിമീറ്റർ ഫ്രം ദ റൈറ്റ് ഹാൻഡ് വി മാർക്ക് ഇറ്റ് 4 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ആകെ ഉള്ളത് എത്രയാണ്, 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്ററും ആയിരിക്കും. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുകയും ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വൈ ഈസ് ദിസ് കറക്റ്റ്? എന്തുകൊണ്ടാണ് ഇത് ശരിയാവുന്നത്? കാരണം അവിടെ എന്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ റൈറ്റ് ഹാൻഡ്? അപ്പോൾ റൈറ്റ് എൻഡിൽ നിന്നും അതുപോലെ തന്നെ ലെഫ്റ്റ് എൻഡിൽ നിന്നുമുള്ള ആ ഒരു ഡിസ്റ്റൻസ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സബ്സ്ട്രാക്ടിങ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ റൈറ്റ് ആൻഡ് ഫ്രം ദ 5 സെൻറ്റിമീറ്റർ ഗീവ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എടുത്തിട്ടുള്ള 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5ൽ നിന്നും 4 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. സോ വി ക്യാൻ ഷോർട്ടൻ ദിസ് എ ബിറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യത്തെ നമുക്ക് ഒന്നും കൂടെ ചുരുക്കി പറയുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ. ആകെ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു, അതിൽ നിന്നും ഡിസ്റ്റൻസ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള 4 സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ചപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലേക്കുള്ള 1 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ദർ ഇസ് എ വേ ടു ഷോർട്ടൻ ദിസ് ഫർദർ. ഇതിന് നമുക്ക് ഒന്നും കൂടി ചുരുക്കി പറയാൻ വേണ്ടി പറ്റും. If we write the number denoting the distance from the right as r, എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ r എന്നും the end denoting the distance from the s is l, എന്ത് ചെയ്യുക, ലെഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ എല്ലും എന്ന് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് റിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ലൈക്ക് ദിസ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം, 5 മൈനസ് r ഈക്വൽ ടു l എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. r എന്ന് പറയുന്നത് നമുക്ക് റൈറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, l എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെയും പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, in this as we change the position of the marked point, both L and R change, but the relation above doesn't change, does it? എന്താണ് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റുകയാണ്. നമ്മൾ പോയിന്റ് ചെയ്യുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ മാറ്റം ഉണ്ടാവുമെങ്കിൽ പോലും അവിടെ എന്തില്ല, അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് മാറില്ല. അഥവാ ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു മേക്ക് എ പോയിന്റ് 2 സെൻറ്റിമീറ്റർ ഫ്രം ദ റൈറ്റ്, വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ഷുഡ് ബി മാർക്ക് ഇറ്റ്? ഇനി നമ്മൾ എടുക്കുകയാണ്, നമ്മൾ നേരത്തെ 1 സെൻറ്റിമീറ്ററിൽ എടുത്ത് നമ്മൾ 1 സെൻറ്റിമീറ്ററിൽ 2 സെൻറ്റിമീറ്റർ ആണ് എടുക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും, ടോട്ടൽ ഉള്ളത് 5 ആണ്. 5ൽ നിന്നും 2 മൈനസ് ചെയ്ത് നമുക്ക് 3 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ റിലേഷൻ പറയുമ്പോഴും എങ്ങനെയാണ്, ഇവിടെ നമുക്കറിയാം 5 എന്ന് പറയുന്നത് എപ്പോഴും 5 തന്നെയായിരിക്കും അല്ലേ. ഇനി r എന്ന് പറയുന്നത് r മൈനസ് 5 മൈനസ് r ഈക്വൽ ടു l ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്നത് 5 ആയിരിക്കും, r എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആക്കിയാലും ഇത് തമ്മിലുള്ള റിലേഷൻ 3 എന്നുള്ളത് തന്നെയായിരിക്കും. ഓക്കെ,
So in this relation, L and R can be any numbers between 0 and 5, but the number R subtracted from 5 should be the number L. അഥവാ ഇവിടെ R എന്ന് പറയുന്നത് എത്രയായിക്കോട്ടെ, പക്ഷേ എന്തായിരിക്കും 5 എന്ന് പറയുന്നതിൽ നിന്ന് കുറക്കുമ്പോൾ L എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു റിലേഷനിൽ തന്നെ ആയിരിക്കും. അഥവാ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇത് കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം. We can say it another way. If we added the number L and R, we get 5. ഇനി എല്ലും ആറും കൂടെ നമുക്ക് കൂട്ടുമ്പോൾ, അതന്നെ നമ്മൾ പറഞ്ഞത്, അഥവാ ഈ 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എല്ലും ആറും കൂടെ കൂട്ടുമ്പോൾ 5 എന്നുള്ളത് നമുക്ക് കിട്ടണം. അഥവാ L + R എന്ന് പറയുന്നത് 5 എന്നുള്ളത് തന്നെ ആയിരിക്കും എപ്പോഴും വരുന്നത്. അതാണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദിസ് മീൻ? അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ റൈറ്റ് ആഡഡ് ടുഗെദർ ഗീവ്സ് 5 സെൻറ്റിമീറ്റർ. അഥവാ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള ഡിസ്റ്റൻസ് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 5 സെൻറ്റിമീറ്റർ എന്നുള്ള ആ ഒരു ഹോൾ എന്നുള്ളത് അവിടെ കിട്ടണം. ഓക്കെ. Is there any other way to say the relation between the left and right distances? ഇനി ഏതെങ്കിലും വേറെ രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റുമോ എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. If we denote the left and right distances by R, L and R as in the first problem, how do we write the relation between them? ഇനി അതിന് നമുക്ക് എങ്ങനെയാണ് എഴുതാൻ വേണ്ടി പറ്റുന്നത്? നമുക്ക് എഴുതാം R + L എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. If any line if we mark a point between its ends, then the sum of its distances from the end point is the length of the line. അഥവാ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിലുള്ള 2 ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ 2 അറ്റങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മൊത്തത്തിലുള്ള നീളമായിരിക്കും. അഥവാ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസും തമ്മിലുള്ളതായിരിക്കും ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ലൈനിൻ്റെ നീളം എന്ന് പറയുന്നത്. ഹിയർ ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പോയിന്റ് റൈറ്റ്. സോ വി ക്യാൻ ഓൾസോ സേ ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഒരു ലൈന് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീളം എന്ന് പറയുന്നത് അതിനുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ഇഫ് 3 പോയിന്റ്സ് ആർ ഓൺ ദ സെയിം സ്ട്രൈറ്റ് ലൈൻ, ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഓഫ് ദ 2 ends ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ് പോയിന്റ്സ് ടു ദ പോയിന്റ് ഇൻ ബിറ്റ്വീൻ. ഇപ്പോൾ നമ്മൾ 3 പോയിന്റ് ആ വരിയിലുണ്ടെങ്കിൽ അതിൻ്റെ 2ൻ്റെയും എൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തമ്മിലുള്ളതായിരിക്കും അതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു അതിൻ്റെ എന്ത് പറയും സം എന്ന് പറയുന്നത്. ഹൗ ഡു വി സേ ദ യൂസിങ് ദീസ് ലെറ്റേഴ്സ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തെ നമുക്ക് എപ്പോൾ എങ്ങനെ ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് എഴുതാം? വി ക്യാൻ ഡിനോട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ് പോയിന്റ് അറ്റ് ദ പോയിന്റ് ഇൻ ബിറ്റ്വീൻ ബൈ L and R ആസ് ബിഫോർ, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പോയിന്റ് വി ക്യാൻ ഡിനോട്ട് ബൈ D. നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? ഇതുവരെയുള്ള ഡിസ്റ്റൻസിന് L എന്നും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതിന് R എന്നും പറയാം. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? D എന്ന് പറയാം. അപ്പോൾ D എന്ന് പറയുന്നത് എന്തായിരിക്കും? L R + L അല്ലെങ്കിൽ L + R എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? സോ in this we can take L, R, D as the 3 numbers, but the sum of L and R should be D. ഇപ്പോൾ നമ്മൾ R എന്ന് പറയുന്നതും L എന്ന് പറയുന്നതും എങ്ങനെ എടുക്കുകയാണെങ്കിലും അവിടെ എന്താണ്? അതിൻ്റെ 2ൻ്റെയും സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും D എന്നുള്ളത് തന്നെ ആയിരിക്കും. സോ വി ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് റിലേഷൻ ഇൻ ടു 2 other ways. അപ്പോൾ നമുക്ക് ഇതിനെ 2 രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. L എന്ന് പറയുന്നത് D - R ആണ്. R എന്ന് പറയുന്നത് D - L ഉമാണ്. ഓക്കെ. D എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? R + L ഉമാണ്. ഓക്കെ. Look at the another problem. See this picture. ഇനി നമുക്കിവിടെ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. A quadrilateral, if we draw a line from another corner to the opposite corner, we can split into 2 triangles. ഇതെന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണല്ലേ? അപ്പോൾ ഇതിന് എന്തുണ്ടായിരിക്കും? 2 എൻഡ് ഉണ്ടായിരിക്കും. ആ എൻഡിൽ നിന്ന് നമ്മൾ വരക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് 2 ട്രയാങ്കിൾ ആക്കണമെങ്കിൽ ഈ 2 എൻഡും കൂടെ വരച്ചാൽ പോരെ? അല്ല എന്നുണ്ടെങ്കിൽ ഈ 2 എൻഡും കൂടെ വരച്ചാലും നമുക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ വേണ്ടി പറ്റും. വാട്ട് അബൌട്ട് എ ഫിഗർ വിത്ത് 5 സ്ലൈഡ്സ്? ഇനി 5 സ്ലൈഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനെ നമുക്ക് ട്രയാങ്കിൾ ആക്കണമെങ്കിൽ അതിനെ 2 ലൈൻസ് കൊണ്ട് വരച്ചാൽ നമുക്ക് 3 ട്രയാങ്കിൾ കിട്ടും. 1 2 3. ഇവിടെ കിട്ടിയത് 1 2. ഒരു ലൈന് വരക്കുമ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും. 2 ലൈന് വരക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 ട്രയാങ്കിൾ അവിടെ കിട്ടുന്നുണ്ട്. ഫ്രം എ കോർണർ വി ക്യാൻ ഡ്രോ 2 ലൈൻസ് വിത്ത് നോ സ്പ്ലിറ്റ്. ദിസ് ഈസ് ഇൻ ടു 3 ട്രയാങ്കിൾസ്. ഓക്കെ.
ഇനി ഇവിടെ താഴെ പറയുന്നുണ്ട് ആൻഡ് ഇഫ് യു ഫിഗർ വിത്ത് 6 സ്ലൈഡ്സ്. ഇനി 6 സ്ലൈഡ്സ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് 3 ലൈൻസ് വരച്ചിട്ട് 1 2 3 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് ദിസ് ഡ്രോ ഫിഗേഴ്സ് ഓഫ് 7 and 8 സ്ലൈഡ്സ് ആൻഡ് ഡ്രോ ലൈൻസ് വിത്തിൻ ഫ്രം 1 കോർണർ ടു സ്പ്ലിറ്റ് ദം ഇൻ ടു ട്രയാങ്കിൾസ്. അപ്പോൾ ഇതുപോലെ എത്ര 7 സ്ലൈഡ്സ് ഉണ്ടെങ്കിലും 8 സ്ലൈഡ്സ് ഉണ്ടെങ്കിലും നമുക്ക് അതുപോലെ എങ്ങനെയൊക്കെ വരച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാം എന്നുള്ളത് അടിസ്ഥാനമാക്കിയിട്ട് നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനമാക്കി ഈ ഒരു ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം 4 സ്ലൈഡ്സ് ആണ്. അവിടെ 4 സ്ലൈഡ്സിൽ നമ്മൾ ഒരു ലൈന് വരയ്ക്കുമ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ടാകുന്നു. അടുത്തത് 5 സ്ലൈഡ്സ് ആണുള്ളത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ 2 ലൈൻസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. 2 ലൈൻസ് വരയ്ക്കുമ്പോൾ അവിടെ നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ടാവുന്നുണ്ട്, 3 ട്രയാങ്കിൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുക എന്നുള്ള റിലേഷൻ നമുക്ക് നോക്കണം, എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ 4 സ്ലൈഡ്സ് ആണുള്ളത് അല്ലേ. 4ൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈന് നമ്മളവിടെ അതിൽ നിന്നും നമ്മുടെ ട്രയാങ്കിളിന് എത്ര സ്ലൈഡ്സ് ആണെന്നുള്ളത് 3 ആണ്. അപ്പോൾ 3 നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 1. അപ്പോൾ ഒരു ലൈനാണ് നമുക്ക് അവിടെ വരയ്ക്കേണ്ടത്. ഇനി ഒരു ലൈനാണ് നമ്മൾ വരച്ചത്, അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 5 സ്ലൈഡ്സ് ആണുള്ളത്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, 3 മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 കിട്ടും. 2 ലൈൻസ് ആണ് അവിടെ വരയ്ക്കേണ്ടത്. നമ്മൾ വരച്ച ലൈൻസ് 2 ആണ്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾ അവിടെ കിട്ടും. ഇനി അടുത്തത് 6 ആണ്. 6ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. 3 ലൈൻസ് ആണ് വരച്ചത്, അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി നോക്കാം. അടുത്തത് 7 സ്ലൈഡ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ 7 സ്ലൈഡ്സിൽ നിന്നും 3 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 4. അപ്പോൾ നമ്മളവിടെ വരയ്ക്കേണ്ടത് 4 ലൈൻസ് ആണ്. 4 ലൈൻസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 5 ട്രയാങ്കിൾസ് നമുക്ക് അവിടെ കിട്ടും. നെക്സ്റ്റ് വൺ 8 ആണ്. 8ൽ നിന്നും 3 മൈനസ് ചെയ്യുക, എത്ര കിട്ടും, 5 കിട്ടും. അപ്പോൾ 5 ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. 5 ലൈൻസ് വരയ്ക്കുമ്പോൾ എത്ര ട്രയാങ്കിൾ കിട്ടും, 6 ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും ഇത് വരുന്നത്. സോ ഫിഗർ ലൈക്ക് ദീസ് ആർ കോൾഡ് പോളിഗൺസ് ഇൻ ജനറൽ. ഇതിന് നമ്മൾ എന്താ പറയുക, പോളിഗൺസ് എന്നാണ് പറയാറുള്ളത്. ഡു യു സീ എനി റിലേഷൻസ് between the number of slides of a polygon and the number of lines we can draw within the polygon from one corner to all other corners? അപ്പോൾ ഇതിൻ്റെ ബന്ധം നമ്മൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ചാണ് നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് എന്താണ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. Then look at the picture of the 6-sided polygon drawn earlier. ഇവിടെ എന്താണ്, ഒരു 6 സ്ലൈഡുള്ള പോളിഗൺ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മൾ എത്ര ലൈന് വരക്കണം എന്നറിയണമെങ്കിൽ 6ൽ നിന്നും 3 നമ്മൾ മൈനസ് ചെയ്യുക, 3 ലൈൻസ് വരക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 ലൈൻസ് വരച്ചു കൊടുക്കാം. ഒന്ന് ഇങ്ങോട്ട് വരക്കുക, ഒന്ന് ഇങ്ങോട്ട് വരക്കുക, ഒന്ന് ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ട്രയാങ്കിൾ കിട്ടി, 1 2 3 4 ട്രയാങ്കിൾസ് കിട്ടി. From the bottom left corner to the other corners can we draw lines? അപ്പോൾ താഴത്തെ മൂലയിൽ നിന്ന് മാത്രമാണ് നമ്മളിപ്പോൾ വരച്ചത് അല്ലേ. അപ്പോൾ മുകളിലേക്ക് എത്ര വരകൾ വരക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിവിടെ വരച്ചത് 3 ലൈൻസ് ആണ്. We have already drawn 2 sides. Join this corner and the corners next to it on either side. അപ്പോൾ ഇതുപോലെ തൊട്ടടുത്ത് അപ്പുറത്തുള്ള മൂലകൾ യോജിപ്പിച്ച് 2 വശങ്ങൾ നമ്മൾ വരച്ചു അല്ലേ. 2 വശങ്ങളാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. Then apart from these 2 corners and the corner, we start from how many other corner are there? അപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ എത്ര കോർണർ കിട്ടി, നമുക്കവിടെ കിട്ടിയത് 1 2 3 4 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അഥവാ 4 ട്രയാങ്കിൾസ് നമുക്കവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. Now in any polygon, once we choose a corner, then excluding this and the corner right next to it on either side, we can draw lines by joining this corner to all other corners. ഇപ്പോൾ നമ്മൾ ഒരു പോളിഗൺസിൻ്റെ ഒരു കോർണർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു കോർണർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള 2 കോർണേഴ്സും ഒഴികെയില്ല ബാക്കി എല്ലാ കോർണേഴ്സും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് എത്രയാണോ അതിനനുസരിച്ച് എന്ത് മാറും, നമ്പർ ഓഫ് കോർണേഴ്സ് -3 ആണ് അവിടെ വരുന്നത്. നമ്മൾ നേരത്തെ ഇതനുസരിച്ച് തന്നെയാണ് ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ എനി പോളിഗൺ ദ നമ്പർ ഓഫ് കോർണേഴ്സ് ഇൻ ദ സെയിം ആസ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഇൻ ഇറ്റ്. അപ്പോൾ എന്താണ്, ഏത് പോളിഗണിൻ്റെയും കോർണറുകളുടെ എണ്ണം എത്രയാണോ അത് തന്നെയായിരിക്കും അതിൽ നിന്നും -3 ചെയ്തതായിരിക്കും അവിടെ എന്താണ് ലൈൻസ് വരയ്ക്കേണ്ടത്. സോ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് -3 എന്നുള്ളതാണ്. സോ ദിസ് റിലേഷൻ ഓൾസോ വി ക്യാൻ റൈറ്റ് യൂസിങ് ലെറ്റേഴ്സ് ആസ് ഇൻ ദ ഡിസ്റ്റൻസ് പ്രോബ്ലം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം,
നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് ഓരോ ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി പറ്റും. റൈറ്റിംഗ് എസ് ഫോർ ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ആൻഡ് എൽ ഫോർ ദ നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ വിതിൻ ദ പോളിഗൺ ജോയിനിങ് എ ഫിക്സ്ഡ് കോർണർ ടു അതർ ക്യാൻ ബി റൈറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് എടുക്കുകയാണ്, എൽ എന്ന് പറയുന്നത് പോളിഗന്റെ നമ്പർ ഓഫ് ലൈൻസുമാണ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ എന്ന് പറയുന്നത് S-3 ആയിരിക്കും. We can say this another way. When we change the number of sides of polygon, the number of lines we can draw like that, this also changes. But the difference is 3 for all polygons using letters. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെ നമ്മളൊന്ന് മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മളൊരു പോളിഗൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു പോളിഗൻ്റെ എത്ര ലൈൻസ് ആണോ വരയ്ക്കുന്നത് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്നും എൽ എന്ന് പറയുന്നതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ആയിട്ടുള്ള 3 കിട്ടും. അഥവാ S-L എന്ന് പറയുന്നത് 3 ആയിരിക്കും. Like this, can you find the relation between the number of sides of a polygon and this triangle formed within it by such lines? അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്ന പോളിഗണും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും അല്ലേ? സോ ഇഫ് ദ നമ്പർ ആൻഡ് ലൈൻസ് ബി ആഡഡ് T ആൻഡ് ഓൾവേസ് ക്യാൻ വി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ S ആൻഡ് T. അപ്പോൾ നമ്മൾ എന്തെടുക്കുകയാണ്? T എന്ന് പറയുന്നത് അതിൻ്റെ ട്രയാങ്കിളിൻ്റെ നമ്പറായിട്ട് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എൽ ആൻഡ് ടി? അപ്പോൾ എല്ലും ടിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. ഇൻ ദിസ് എസ് ക്യാൻ ബി എനി നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 3. എന്താണ് അത്? ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. വാട്ട് അബൌട്ട് എൽ ആൻഡ് ടി? അപ്പോൾ എൽ ആൻഡ് ടി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ബട്ട് ദീസ് നമ്പർ ഷുഡ് ഹാവ് ദീസ് റിലേഷൻ ബിറ്റ്വീൻ ദം. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? എൽ എന്ന് പറയുന്നത് S-3 ആയിരിക്കും, ടി എന്ന് പറയുന്നത് S-2 ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴെയുള്ളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. The picture below show a line drawn from a point or അനദർ ലൈൻ. ഇവിടെ എന്താണ് ഈ ഇത് വന്നിട്ടുള്ളത്? നമ്മുടെ ഒരു ലൈന് വരച്ചിട്ട് അതിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നും വന്നിട്ടുള്ളതാണല്ലേ. നമ്മൾ ആംഗിൾസ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെയുള്ള ആംഗിൾസ് ആണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇൻ വാട്ട് ഓൾവേസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് മാർക്ക്ഡ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓൺ ദ ടോപ്പ് ലൈൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചിത്രത്തിൽ ആ ഒരു ചെരിഞ്ഞ വരയുടെ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള ആംഗിൾസ് ഉണ്ടാവും അല്ലേ? അത് തമ്മിലുള്ള റിലേഷനെ നമുക്ക് എങ്ങനെ പറയാം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ ഇത് മൊത്തം ആംഗിൾസ് എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും ഈ 180യിൽ നിന്നും ഇത് കുറക്കുന്നതായിരിക്കും ഇവിടുത്തെ ഇതെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് വിചാരിക്കുക, ഇതൊരു 120 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്നും 120 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 60 എന്ന് കിട്ടും. 60 ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഇനി ഇതെന്താണ്? ഇത് റൈറ്റ് ആംഗിൾ ആണ്. ഇത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇത് രണ്ടും 180 ആയിരിക്കും. ഇതിൽ ഒരു ആംഗിൾ കിട്ടിയ ഒരെണ്ണം അതിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവിടെ? ഇവിടെ നമുക്കറിയാം റൈറ്റ് കോൺ പ്ലസ് ലെഫ്റ്റ് കോൺ എന്ന് പറയുന്നത് എന്താണ്? 180 ആണ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം റൈറ്റ് ആംഗിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ പ്ലസ് ലെഫ്റ്റ് ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ആംഗിൾ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് ലെഫ്റ്റ് ആംഗിൾ. ഇനി അതല്ല, നമുക്ക് ലെഫ്റ്റ് ആംഗിൾ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇഫ് വി ഡിനോട്ട് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ് ബൈ എൽ ആൻഡ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓൺ ദ റൈറ്റ് ബൈ ആർ, ദെൻ ഇൻ വാട്ട് ഓൾവേസ് വി ക്യാൻ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ എൽ ആൻഡ് ആർ? എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആംഗിളിനെ എൽ എന്നും റൈറ്റ് ആംഗിളിനെ നമ്മൾ ആർ എന്നും എടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാമെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ എഴുതാം നമുക്ക്?
എൽ പ്ലസ് ആർ ഈക്വൽ ടു 180 ആയിരിക്കും. ഇനി എൽ ഈക്വൽ ടു എന്താണ് 180 മൈനസ് ആർ ആയിരിക്കും. ആർ ഈക്വൽ ടു 180 മൈനസ് എൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇൻ ഓൾ കേസസ് എൽ ആൻഡ് ആർ ബിറ്റ്വീൻ വാട്ട് നമ്പേഴ്സ്? ഇനി എല്ലാ കേസിലും എല്ലും ആർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള നമ്പർ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരിക്കും? ഏത് രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലായിരിക്കും? ഏതിൻ്റെ ഇടയിലായിരിക്കും? നമുക്കറിയാം, ഒന്ന് 0 മുതൽ 180 വരെയാണ് വരുന്നത് അല്ലേ. സോ ബിറ്റ്വീൻ 0 to 180ൻ്റെ മുകളിൽ എന്തായാലും വരില്ല, 0യുടെ താഴെയും വരില്ല. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ എങ്ങനെയുള്ള നമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 0 to 180 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Second question, each side of a square of perimeter 40 cm is extended by 1 cm to make a larger square. By how much is the perimeter increased എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 40 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ ഓരോ വശവും നമ്മൾ 1 സെൻറ്റിമീറ്റർ നീളം കൂട്ടുകയാണ്. അങ്ങനെ ആകുമ്പോൾ ആ സ്ക്വയറിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര കൂടി എന്നാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ക്വയർ ആണല്ലേ, ഇതാണ് ഒരു സ്ക്വയർ എന്ന് പറയുന്നത്. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് 40 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ കൂട്ടിയിട്ട് എല്ലാ ഭാഗത്തും 1 സെൻറ്റിമീറ്റർ കൂട്ടി ഏകദേശം ഇതിനേക്കാൾ വലുത് ഒരെണ്ണമായിട്ട് നമ്മൾ വരക്കുകയാണ് അല്ലേ, ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പെരിമീറ്റർ എത്ര കൂടി എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ഇത് ഒരു സ്ക്വയർ, ഈ സ്ക്വയറിന് 1 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെയും കൂട്ടുകയാണ്. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സ്ക്വയർ ഒന്നും കൂടെ വലുതായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, പെരിമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത് 4 into 1 സൈഡാണ്. ഓക്കെ, 4 into 1 സൈഡാണ്. ഇവിടെ 4 സൈഡും ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ 1 സൈഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് സ്ക്വയർ ആണ്, അതുകൊണ്ടാണ് 4 സൈഡും ഈക്വൽ ആണ്. നമുക്കറിയാം, റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെയല്ല. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4 into 1 സൈഡാണ് അല്ലേ, 4 into 1 സൈഡാണ് 40 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? 1 സൈഡ് ഈക്വൽ ടു എന്ത് ചെയ്യുക? 40നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സ്ക്വയർ എത്രയായിരിക്കും? സ്ക്വയറിൻ്റെ ഇത് പഴയതിൻ്റെ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ പുതിയതിൻ്റെ എത്രയായിരിക്കും? 11 ആയിരിക്കും അല്ലേ. അപ്പോൾ പുതിയ പെരിമീറ്റർ നമ്മൾ ആദ്യം കണക്കാക്കണം. ഓക്കെ, ന്യൂ പെരിമീറ്റർ ഈക്വൽ ടു എന്താണ്? 4 into 11 ആണ്. ഓക്കെ, അപ്പോൾ 4 into 11 എന്ന് പറയുന്നത് എത്രയാണ്? 44 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 40 ആണ്, ഇവിടെ 44 ആണ്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ് കൂടിയിട്ടുള്ളത്? അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആൻസർ എഴുതുക 4 സെൻറ്റിമീറ്റർ ഇൻക്രീസ്ഡ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇഫ് ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആർ എക്സ്റ്റെൻഡഡ് ലൈക്ക് ദിസ്, വാട്ട് വുഡ് ബി ദ പെരിമീറ്റർ ഓഫ് ദ ലാർജ് സ്ക്വയർ? ഇനി നമ്മൾ ഒരു 60 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പെരിമീറ്റർ ഒരു സ്ക്വയർ ആണ്. അതിൻ്റെ ഇതുപോലെ തന്നെ വശങ്ങൾ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ നീട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ സ്ക്വയർ ഉണ്ടാവും അല്ലേ. ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര കൂടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണണം? നമ്മുടെ പഴയതിൻ്റെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 60 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ നമ്മൾ കാണേണ്ടത് പുതിയ സ്ക്വയറിൻ്റേതാണ് അല്ലേ. അപ്പോൾ ന്യൂ സ്ക്വയർ പെരിമീറ്റർ ആണ് നമ്മൾ കാണുന്നത്. ന്യൂ സ്ക്വയർ പെരിമീറ്റർ. ഓക്കെ, എത്രയായിരിക്കും? നമുക്കറിയാം ഇതിൽ. അപ്പോൾ പുതിയ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണണമെങ്കിൽ നമുക്ക് പഴയ സ്ക്വയറിൻ്റെ ഒരു വശം എത്രയാണെന്ന് കാണണ്ടേ. അപ്പോൾ അത് ആദ്യം നമുക്ക് കണക്കാക്കണം അല്ലേ. അപ്പോൾ ഓൾഡ് സ്ക്വയർ 1 സൈഡ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി?
16 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, എത്ര കിട്ടും? 15 കിട്ടും അല്ലേ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് പഴയതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയതിൻ്റെ സൈഡ് എത്രയായിരിക്കും? 16 ആയിരിക്കും. അപ്പോൾ 16 × 4 ചെയ്ത് നോക്കിയാൽ മതി. 16 × 4 എത്ര കിട്ടും? 64 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. അപ്പോൾ പഴയതിന് 60 ആയിരുന്നു, പുതിയത് വന്നപ്പോൾ 64 ആയി അല്ലേ. അപ്പോൾ എത്രയാണ് ഇവിടെ കൂടിയിട്ടുള്ളത്? 4 സെൻറ്റിമീറ്റർ ഇൻക്രീസ്ഡ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. Then is the difference in perimeter of any square and the largest square made by extending each side by 1 centimeter the same number for all squares y? എന്താണ്, നമ്മൾ ഏതൊരു സ്ക്വയർ എടുത്താലും അതിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ട് ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ കൂട്ടി എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്ററും അതിൻ്റെ രണ്ടിൻ്റെയും പെരിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരേ സംഖ്യയാണോ, അഥവാ 1 സെൻറ്റിമീറ്റർ കൂട്ടിയ 4 സെൻറ്റിമീറ്റർ ആണോ എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ആണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്ത് ആൻസർ കൊടുക്കണം? യെസ്. എന്താ കൊടുക്കേണ്ടത്? യെസ്. കാരണം എന്താണ്? ബിക്കോസ് ഈച്ച് സൈഡ് 1 centimeter only extended. ഓക്കെ, 1 സെൻറ്റിമീറ്റർ മാത്രമാണ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, is it also true for rectangles which are not squares? എന്താണ്, ഇത് സമചതുരമല്ലാത്ത റെക്റ്റാങ്കിൾ എടുത്താലും ഇങ്ങനെ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കുക. റെക്റ്റാങ്കിൾ ആണെങ്കിലും അവിടെ എന്താ സംഭവിക്കുക? ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ. അപ്പോഴും അവിടെ എന്താണ്? 4 സെൻറ്റിമീറ്റർ മാത്രമേ കൂടുന്നുള്ളൂ. 4 സെൻറ്റിമീറ്റർ മാത്രമേ പെരിമീറ്ററിലും കൂടുന്നുള്ളൂ. അപ്പോൾ അവിടെ റെക്റ്റാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുക. Fifth question, if the perimeter of the larger rectangle is donated by P and the perimeter of the original small rectangle is denoted by S, in what all ways can we write the relation between these two numbers? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ 2 സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വലുതാക്കിയ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പി എന്ന് എടുക്കുകയാണ്. നമ്മളുടെ അടുത്ത് പഴയ ഒരു ഒറിജിനൽ ഉള്ളതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എസ്സും എടുക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഥവാ എസ്സിൻ്റെ കൂടെ 4 കൂട്ടിയതായിരിക്കും പുതിയ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി പഴയ പെരിമീറ്ററിൽ നിന്നും 4 കുറച്ചതായിരിക്കും പഴയ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുമോ, ഇത് തന്നാൽ അതും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. സി ദിസ് പിക്ചർ. ഇവിടെ എന്താണ്? നമ്മളെ മാച്ച് സ്റ്റിക്ക് വെച്ചുകൊണ്ടുള്ള ട്രയാങ്കിൾ ആണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഇറ്റ്? ഇവിടെ എത്ര ട്രയാങ്കിൾസ് ആണുള്ളത്? 1 2 3 4 ട്രയാങ്കിൾസ് ആണ് അവിടെ ഉള്ളത് അല്ലേ. ഹൗ മെനി മാച്ച് സ്റ്റിക്സ് വിർ യൂസ്ഡ് ടു മേക്ക് ദം? അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എത്ര മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്? ഓരോന്നുണ്ടാക്കാനും 3 എണ്ണം അല്ലേ. 1 2 3 ഓരോന്നിനും 3 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 ട്രയാങ്കിൾ ആകുമ്പോൾ 3 + 3 + 3 + 3 അഥവാ 12 ആണ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ 4 × 3 12 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്രയും ട്രയാങ്കിൾസ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഹൗ മെനി മാസ്റ്റിക് ഡു യു നീഡ് ടു മേക്ക് 10 such triangles? അങ്ങനെയാണെങ്കിൽ 10 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ ഇവിടെ എത്ര എണ്ണം വേണം? എന്ത് ചെയ്താൽ മതി? 10 × 3 ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 10 × 3 = 30 എന്ന് കിട്ടും. So in general the number of mastic we need is the number of triangles we want to make multiplied by 3. അപ്പോൾ ഇവിടെ എന്താ? എത്ര ട്രയാങ്കിൾസ് ആണോ നമ്മൾക്ക് വേണ്ടത് അത്രയും ട്രയാങ്കിൾസിൻ്റെ നമ്പറിൻ്റെ കൂടെ 3 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ മാസ്റ്റിക്കിൻ്റെ നമ്പർ നമുക്ക് കിട്ടും. ഹൗ അബൌട്ട് സോർട്ടിംഗ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ലെറ്റേഴ്സ്? അപ്പോൾ നമ്മൾ ഇതിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് കൊണ്ടൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുകയാണ്. ഇഫ് യു റൈറ്റ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആസ് T and the number of mastic as M, then what is the relation between the number T and M? അപ്പോൾ എന്താണ്? ടി എന്ന് പറയുന്നതിന് നമ്മൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എടുക്കുകയാണ്. എം എന്ന് പറയുന്ന മാസ്റ്റിക്കും എടുക്കുകയാണെങ്കിൽ എം എന്ന് പറയുന്നത് എന്താണ്? T × 3 ആണ് അല്ലേ. T × 3 ആണ്. ദെൻ വി റൈറ്റ് ലെറ്റേഴ്സ്
to denote numbers, we usually don't write the multiplication sign. That is, we write 3 into x as just 3x without multiplication sign in between. എന്താണ് നമ്മളിവിടെ 3 ഇൻറ്റു എക്സ് അല്ല ടി ഇൻറ്റു 3 ആണ് എഴുതിയത് അല്ലേ. നമ്മൾ നോർമലി ടി ഇൻറ്റു 3 എന്ന് എഴുതാറില്ല, നമ്മൾ ഈ ഇൻറ്റു ഒഴിവാക്കിയിട്ട് T3 എന്നാണ് എഴുതാറുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോർമലി മാത്സിൽ എഴുതാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടി ഇൻറ്റു 3 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ വി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ടി ഡിനോട്ടിങ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് ദ നമ്പർ എം ഡിനോട്ടിങ് ദ നമ്പർ ഓഫ് മാസ്റ്റിക്സ് ലൈക്ക് ദിസ്. അപ്പോൾ അവിടെ എന്താണ് T3 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, MT എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയത് T3 ആയിരുന്നു, അതിനേക്കാൾ നല്ലൊരു വേ ആണ് MT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3T എന്ന് പറയുന്നത്. അപ്പോൾ M ഈക്വൽ ടു 3T എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, this is the shorthand for the statement that the number of mastic is the 3 times the number of triangles added. അപ്പോൾ അവിടെ എന്താണ്, എത്ര ട്രയാങ്കിൾസ് ആണോ നമ്മൾ വേണ്ടത് അതിൻ്റെ ത്രിബിൾ ആണ് അല്ലേ, അതിനെ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും അവിടെ മാസ്റ്റിക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഹിയർ വി ക്യാൻ ടേക്ക് എനി നമ്പർ ആസ് ടി ആൻഡ് എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 സിൻസ് ഇസ് 3 ടൈംസ് ടി. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ ടി എന്ന് പറയുന്നത് ഏതൊരു നമ്പറിനെയും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, അതിൻ്റെ 3 മടങ്ങായിരിക്കും എം എന്ന് പറയുന്നത്. സോ ആ നമ്പറിനെ 3യുടെ എന്തായിരിക്കും, 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ, ഒന്നെങ്കിൽ 3 ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ 2 ഉണ്ടാക്കുകയാണെങ്കിൽ 3 എന്തായിരിക്കും, 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് എന്താണ്, 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതെടുക്കുകയാണെങ്കിലും ആ നമ്പർ അല്ലെങ്കിൽ മാസ്റ്റിക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ്. സോ ഓൺ ദ അതർ ഹാൻഡ് ഇഫ് വി ടേക്ക് some multiple of 3 with that many mastics, how many triangles can we take? ഇനി നമുക്ക് എന്താണ് 3യുടെ ഒരു മൾട്ടിപ്പിൾ കിട്ടുകയാണ്, ഒരു 15 എന്നുള്ളത് കിട്ടുകയാണെന്ന് വിചാരിക്കാം. ഈ 15 എന്നുള്ള മാസ്റ്റിക് കൊണ്ട് നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ നമുക്കറിയാം 15 എന്ന് പറയുന്നത് എന്താണ്, 3 ഇൻറ്റു 5 ആണ് 15 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 5 മാസ്റ്റിക് ആണ്, അതുകൊണ്ട് ട്രയാങ്കിൾ ആണ് അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ വിത്ത് 45 മാസ്റ്റിക് ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക്. എങ്ങനെ കണ്ടെത്താം നമുക്ക്, 45 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക, എത്ര കിട്ടും, 15 എന്നുള്ളത് കിട്ടും. അപ്പോൾ അവിടെ 15 ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇൻ ജനറൽ ദ നമ്പർ ഓഫ് ട്രയാങ്കിൾ ഇസ് ദ നമ്പർ ഓഫ് മാസ്റ്റിക്സ് ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്ര മാസ്റ്റിക് ആണോ ഉണ്ടാക്കേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, എത്ര ട്രയാങ്കിൾ ആണോ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടി എന്നുള്ളത് കാണണമെങ്കിൽ, എത്ര ട്രയാങ്കിൾ എന്നുള്ളത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ എത്രയാണോ തന്നിട്ടുള്ള മാസ്റ്റിക്കിൻ്റെ നമ്പർ അഥവാ എം എന്ന് പറയുന്നത് അതിനെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. വി ഹാവ് സീൻ ഇൻ ദ ക്ലാസ് വൈ ദാറ്റ് എനി ഡിവിഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എ ഫ്രാക്ഷൻ, ദ സെക്ഷൻ ഫ്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ദ ലെസൺ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതൊരു ഡിവിഷനെ നമ്മൾ ഭിന്നസംഖ്യയായിട്ട് എഴുതാം എന്നുള്ളത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സോ വി ക്യാൻ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മാസ്റ്റിക് ആൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾ ലൈക്ക് ദിസ് ഓൾസോ. അപ്പോൾ നമുക്ക് ടി എന്ന് പറയുന്നതിനെ m ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നൗ സപ്പോസ് വി മേക്ക് ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഇവിടെ നോക്കൂ, അടുത്ത് നമ്മൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി, ഇവിടെ രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയായി, 1 2 3 4 5. ഇവിടെ 5 മാസ്റ്റിക് കൊണ്ട് നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ്, 5 6 7 മാസ്റ്റിക് കൊണ്ട് നമുക്ക് 3 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇവിടെയും പോകുന്നത്. ഇവിടെ എല്ലാത്തിനും 3 മാസ്റ്റിക്കിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലായ്പ്പോഴും നമുക്ക് എണ്ണാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 1 നമ്മൾ ചെയ്തു നോക്കുക. അപ്പോൾ എത്രയായി, ആകെ 3 മാസ്റ്റിക് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. 1 ഇൻറ്റു 2 2 ആണ്, 2 പ്ലസ് 3 എന്ന് പറയുന്നത് 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇവിടെ 2 ട്രയാങ്കിൾ ആണ്, അഥവാ 2 ഇൻറ്റു 2 പ്ലസ് 1 കൂടെ ചെയ്യുക. 2 ഇൻറ്റു 2 എത്രയാണ്, 4 പ്ലസ് 1 എന്ന് പറയുന്നത് 5. അപ്പോൾ ഇവിടെ
5 മാസ്റ്റിക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ 3 ട്രയാങ്കിൾ ആണെങ്കിൽ 3 × 2 + 1 ചെയ്ത് നോക്കുക, അഥവാ 6 + 1 7 ട്രയാങ്കിൾ വേണം. ഇവിടെ നമുക്ക് 4 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 4 × 2 + 1 ചെയ്ത് നോക്കുക. 4 × 2 8, 8 + 1 എന്ന് പറയുന്നത് 9 മാസ്റ്റിക്കാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് പേജിൽ നമുക്ക് ഒരു ടേബിൾ ഉണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. നൗ write the number of triangles and the number of mastics as a table like this. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് എഴുതി കൊടുക്കണം. ഈ ഒരു ട്രയാങ്കിൾ ഒന്നാണ്. ഒന്നാമത്തെ ട്രയാങ്കിൾ 3 മാസ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് കണ്ടത്? 1 × 2 + 1 ആണ്. ഇനി ഇവിടെ 2 ട്രയാങ്കിൾ ആണ്, 2 × 2 + 1 ആണ്. ഓക്കെ, ഇനി 3 ട്രയാങ്കിൾ ആണ്, അഥവാ 3 × 2 + 1 ആണ്. ഇനി ഇവിടെ 4 ട്രയാങ്കിൾ ആകുമ്പോൾ 4 × 2 + 1 ആണ്. ഇനി ഇവിടെ 5 ട്രയാങ്കിൾ ആണ്, അപ്പോൾ 5 × 2 + 1 ആയിരിക്കും ഉണ്ടാവുക. 5 × 2 എത്രയാണ്? 10. 10 + 1 എന്ന് പറയുന്നത് 11. ഇനി 6 ആണ്, അപ്പോൾ 6 × 2 + 1 എത്രയാണ്? 6 × 2 എന്ന് പറയുന്നത് 12. 12 + 1 എന്ന് പറയുന്നത് 13. അപ്പോൾ 13 ട്രയാങ്കിൾസ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. So see any relation between the number of triangles and the number of mastic. ഇവിടെ number of triangles-ഉം mastic-ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഇതും പിന്നെ ഒരു മാസ്റ്റിക്കും ഉപയോഗിച്ചു. 2 എണ്ണം ഉണ്ടാക്കാൻ ഇവിടെയും 3 ഇവിടെയും 3 പിന്നെ 2 ആണുള്ളത്. ഇവിടെ നോക്കൂ, 3 എണ്ണത്തിന് ഇത് 3 എണ്ണം പിന്നെ ഒരെണ്ണവുമാണ് വേണ്ടത്. അഥവാ നമ്മൾ പറയുന്നത് 3 × 2 + 1 എന്നുള്ള റിലേഷൻ ആണ് ഇവിടെ ഉള്ളത്. സോ ദെൻ വി ക്യാൻ സീ ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് ദ നമ്പർ ഓഫ് മാസ്റ്റിക്സ് ലൈക്ക് ദിസ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പർ ഓഫ് ട്രയാങ്കിളും നമ്പർ ഓഫ് മാസ്റ്റിക്കും എന്നുള്ള റിലേഷനാണ് നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ആ ടേബിൾ എഴുതിയപ്പോൾ മനസ്സിലായി. ഇനി അതേപോലെ തന്നെ ഇവിടെയും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എത്രയാണ് ആ ഒരു റിലേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നേരത്തെ നമ്മൾ എഴുതിയത് നമ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ 2 + 1 ആണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 2 × 2 + 1 ആണ്. മൂന്നാമത്തത് 3 × 2 + 1 ആണ്. നാലാമത്തത് 4 × 2 + 1 ആണ്. അഞ്ചാമത്തെ എങ്ങനെയായിരിക്കും? 5 × 2 + 1 ആണ്. ആറാമത്തത് 6 × 2 + 1 ആണ് റിലേഷൻ എന്ന് പറയുന്നത്. So in general, the number of mastics used when triangles are made this way is 1 added to twice the number of triangles. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എത്രയാണോ ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുക, +1 കൂടെ നമ്മൾ കൂട്ടിക്കൊടുക്കുക. ദെൻ ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ ഷോർട്ട് ആൻഡ് യൂസ് ഇൻ ലെറ്റേഴ്സ്? ഇത് എങ്ങനെയാണ് നമ്മൾ ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക? എം എന്ന് പറയുന്നത് T × 2 + 1 ആണ്. T എന്ന് പറയുന്നത് എത്രയാണോ ട്രയാങ്കിൾ വേണ്ടത്. ഇപ്പോൾ 10 ആണെങ്കിൽ 10 × 2 + 1 ആണ് അവിടെ ഉണ്ടായിരിക്കുക. സോ ഇതിൽ നിന്നും ഹിയർ ഓൾസോ T × 2 ആണല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം? T2 എന്ന് എഴുതി കൊടുക്കാം. T2 + 1 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ M എന്ന് പറയുന്നത് T2 + 1 ആയിട്ട് മാറും. Now to calculate how many mastics are needed to make 10 triangles like this, we need only take T = 10 in this relation. അപ്പോൾ ഇവിടെ T എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? T2 എന്ന് പറയുന്നത് 10 × 2 × 10 ആണ്, +1 അഥവാ 21 മാസ്റ്റിക് ആവശ്യമാണ്. ഹിയർ ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ക്യാൻ ബി ആസ് മെനി ആസ് വി വാണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനെയാണ് നമ്മൾ അവിടെ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടത്. ദിസ് മീൻസ് T ക്യാൻ ബി എനി നാച്ചുറൽ നമ്പർ ആൻഡ് M ഈസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to twice ദാറ്റ് നമ്പർ. അപ്പോൾ ഇവിടെ T എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും എപ്പോഴും. അതിൻ്റെ കൂടെ ട്വൈസ് അല്ലെങ്കിൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരെണ്ണം ആഡ് ചെയ്തതായിരിക്കും ഇവിടെ M എന്ന് പറയുന്നത്. സോ M ഈസ് ആൻ ഓഡ് നമ്പർ ആൻഡ് ഷുഡ് ബി 3 or more. അപ്പോൾ M എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ. കാരണം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൂട്ടുമ്പോൾ അതെന്തായിരിക്കും? എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നൗ ഇഫ് വി ടേക്ക് സച്ച് എ നമ്പർ, ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ഇറ്റ് ദാറ്റ് മെനി മാസ്റ്റിക്? അപ്പോൾ ഇനി നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എത്ര മാസ്റ്റിക് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഇപ്പോൾ 45 മാസ്റ്റിക് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ വി ക്യാൻ ഡിവൈഡ് 45 by 2 and write it's a multiple together with a reminder. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്കറിയാം 45 എന്ന് പറയുന്നത് 2 × 22 × 2 ആണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ നമ്മൾ എഴുതാം.
If we think in reverse, we see that to make 22 triangles, we need 22 into 2 plus 1, 45 matchsticks. Thus, the number triangle is the quotient 22 and divided 45 by 2. So, ഇവിടെ എന്താണ് 45 നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ അതിൽ നിന്നും 1 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 44 എന്നുള്ളത് കിട്ടും. ഇനി 44നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 22 എന്നുള്ളത് കിട്ടും. സോ ഇവിടെ നമുക്ക് എത്ര ഉണ്ടാക്കാം, 22 എന്നാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇൻ ദിസ് വേ ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 51 മാസ്റ്റിക്. ഇനി 51 കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 51ൽ നിന്നും 1 മൈനസ് ചെയ്യുക, അപ്പോൾ 50 കിട്ടും. 50 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 25 എന്നുള്ളത് കിട്ടും. ഹൗ മെനി മാസ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 25 ട്രയാങ്കിൾസ്. അപ്പോൾ 25 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര മാസ്റ്റിക് വേണം, 51 മാസ്റ്റിക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. So if we take the odd number greater than 3, how do we calculate the number of triangles can we make that number of matchsticks? അപ്പോൾ നമുക്ക് 3നേക്കാൾ കൂടുതലുള്ള ഒരു നമ്പറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ആദ്യം തന്നെ അതിൽ നിന്നും ഒരു നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹൗ ഡു വി റൈറ്റ് യൂസിങ് ലെറ്റേഴ്സ്? ഇത് നമ്മൾ ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് എങ്ങനെ എഴുതാം, എം എന്ന് പറയുന്നത് ഈസ് എം -1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്പറിനെ -1 ആയിട്ട് ആദ്യം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. ദെൻ m-1 ഡിവൈഡഡ് ബൈ 2, എന്നിട്ട് കിട്ടിയ നമ്പറിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 കൂടെ ചെയ്തു നോക്കാം. അഥവാ m എന്ന് പറയുന്നത് m is an odd number greater than 3, the number of triangles we make in this fashion with m matchsticks like t equal to m-1 divided by 2 എന്നുള്ളതാണ്. ഓക്കെ, അഥവാ ഇപ്പോൾ നമ്മൾ 51 എടുക്കുകയാണെങ്കിൽ 51 ഡിവൈഡഡ് ബൈ 51 -1 ഡിവൈഡഡ് ബൈ 2, 51 -1 എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 25 എന്നുള്ളത് ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. ദെൻ ഇനി അടുത്തത് പറയുന്നുണ്ട്, ഇറ്റ്സ് ലുക്ക് ആൻഡ് അനദർ തിങ്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണ്, ഒരു അനദർ തിങ് നോക്കുകയാണെങ്കിൽ, വി ഹാവ് മെയ്ഡ് മാസ്റ്റിക്സ് ട്രയാങ്കിൾസ് ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ്. ഇന്ന് നമ്മളടുത്ത് ഒരു ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം അല്ലേ. ആദ്യത്തെ ഒരു രീതിയിൽ ഉണ്ടാക്കാമായിരുന്നു, രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആദ്യത്തെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ 3 മാസ്റ്റിക്ക് വേണം, 2 എണ്ണം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ വേല് 6 വേണം, രണ്ടാമത്തെ വേല് 5 വേണം. മൂന്നാമത്തെ നോക്കൂ, 3 മാസ്റ്റിക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ വേല് 9 വേണം, രണ്ടാമത്തെ വേല് 7 വേണം. ഇവിടെ 2 ലോസ് ആവുന്നുണ്ട്, ഇവിടെ 1 ലോസ് ആവുന്നുണ്ട് അല്ലേ. അതാണ് അതിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. ഡിഡ് യു നോട്ടീസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് മാസ്റ്റിക്സ് നീഡഡ് വെൻ വി ടേക്ക് ദ സെയിം നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ഇത്രയും മാസ്റ്റിക് തന്നിട്ട് അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല, ഏത് രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ ഈ 4 ട്രയാങ്കിൾസ് ആർ മെയ്ഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് വേയ്സ്, ഹൗ മെനി മോർ സ്റ്റിക്സ് വുഡ് ബി നീഡ് ഇൻ ദ ഫസ്റ്റ് വേ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എത്ര വേണം, രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എത്ര വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. So is there any relation between the number of triangles and the difference in the number of masticks needed? അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്പർ ഓഫ് ട്രയാങ്കിളും അവിടെ അതുപോലെ തന്നെ മാസ്റ്റിക് എത്ര വേണം എന്നുള്ള ആ ഒരു ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അഥവാ ഡി എന്ന് പറയുന്നത് t-1 എന്നുള്ളത് നമുക്ക് എടുക്കാം. സോ വൈ ഈസ് ദ ഡിഫറൻസ് ഓൾവേസ് 1 ലെസ് ദാൻ ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്? കാരണം അവിടെ എന്താണ്, ടി എന്ന് പറയുന്നത് എത്രയാണോ വേണ്ടത് അതിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നതായിരിക്കും അവിടെ മാസ്റ്റിക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. So one kid 10 mastic triangle is the first way and another kid made 10 triangles in the second way. Who used more mastics? How many more? അപ്പോൾ ഒരു കുട്ടി 10 ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്, ആദ്യത്തെ വേലും രണ്ടാമത്തെ വേലും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏത് വേലായിരിക്കും? ഫസ്റ്റ് വേലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താണ്, വി ക്യാൻ മേക്ക് സ്ക്വയർ ഓൾസോ വിത്ത് മാസ്റ്റിക്. സ്ക്വയർ നമുക്ക് മാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ. നമുക്ക് വെറും ഈ ട്രയാങ്കിൾ മാത്രമല്ല ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക, ഇതും കൂടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ആദ്യത്തെ വേല നോക്കൂ, ഇവിടെ ഒരു മാസ്റ്റിക് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ 4 എണ്ണം ഉപയോഗിച്ചു, രണ്ടാമത്തേത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ 8 എണ്ണം ഉപയോഗിച്ചു, മൂന്നാമത്തേത് ഉണ്ടാക്കിയപ്പോൾ എന്തായി 8ഉം പിന്നെയും 12 എണ്ണം ഉപയോഗിച്ചു. സോ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് വി ഓൺ മേക്കിംഗ് സച്ച് സ്ക്വയേഴ്സ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്ക്വയർ ആൻഡ് ദ നമ്പർ ഓഫ് മാസ്റ്റിക്സ് യൂസ്ഡ്? ഇപ്പോൾ നമ്മൾ ഈ ഒരു ബന്ധത്തിൽ ഇതുപോലെ സ്ക്വയർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും ബന്ധം ആദ്യം കണക്കാക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ വേല് നോക്കൂ. ഇവിടെ എന്താണ്, ഇവിടെ ഒന്നാമത്തെ സ്ക്വയർ എന്ന് പറയുന്നത് അവിടെ 4 ആണല്ലേ. 4 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയതാണ്, 1 × 4 ആണ്. ഇനി രണ്ടാമത്തെ നോക്കൂ, അവിടെ 8 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അഥവാ 2 സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ 4 × 8 ആണ്. മൂന്നാമത്തേത് നമ്മൾ 12 മാസ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട്, അഥവാ 3 × 4 ആണത്. ഇനി നാലാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 16 ഉപയോഗിച്ചിട്ടുണ്ട്. 16 എന്ന് പറയുന്നത് എന്താണ്, 4 × 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഈ ഒരു മാസ്റ്റിക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ആണോ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് എഴുതാം, ദ നമ്പർ ഓഫ് മാസ്റ്റിക്, എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് സ്ക്വയർ ഇൻറ്റു 4 ആണ് അല്ലേ. നമ്പർ ഓഫ് സ്ക്വയർ ഇൻറ്റു 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ആ ഒരു രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴത്തുള്ള ചോദ്യങ്ങൾ കൂടെ നോക്കാം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ദിസ് റിലേഷൻ റിനോട്ടിങ് ദ നമ്പർ ഓഫ് സ്ക്വയർ ബൈ എസ് ആൻഡ് ദ നമ്പർ ഓഫ് മാസ്റ്റിക് ബൈ എം. എന്താ പറയുന്നത്, നമ്മളിവിടെ എടുക്കുകയാണ്, എം എന്ന് പറയുന്നത് മാസ്റ്റിക്കിൻ്റെ നമ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയർ ഇൻറ്റു 4 ആണ് അല്ലേ, എസ് ഇൻറ്റു 4 ആണ്. അഥവാ എം ഈക്വൽ ടു എന്താണ്, 4s ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു എസ് ഇൻറ്റു 4 എഴുതണ്ട, 4s എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് നമ്പർ ആർ എസ് ആൻഡ് എം ഇൻ ദിസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിൽ എസ് എന്ന് പറയുന്നതും എം എന്ന് പറയുന്നതും ഏത് തരത്തിലുള്ള നമ്പർ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, മാസ്റ്റിക്കിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് എസ് ആയിരിക്കും, മൾട്ടിപ്പിൾ ഓഫ് എസ്. ഇനി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എസ് എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് എം ആയിരിക്കും. ഓക്കെ, ഫാക്ടർ ഓഫ് എം ആയിരിക്കും. നാലാമത്തെ ചോദ്യം, for a multiple of 4, how do we calculate the number of square that can be made with that many matchstick? ഇപ്പോൾ നമ്മളെടുത്തത് എന്താണ്, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ എടുത്തിട്ട് അത്രയും മാസ്റ്റിക് കൊണ്ട് അതേപോലെ എത്ര ചതുരം ഉണ്ടാക്കാമെന്ന് നമുക്ക് എങ്ങനെയാണ് കണക്കാക്കാൻ വേണ്ടി പറ്റുക, അതിൽ സ്ക്വയറിൻ്റെ നമ്പറാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയർ നമുക്ക് കാണണമെങ്കിൽ കാണണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതി, ദ നമ്പർ ഓഫ് മാസ്റ്റിക്സ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. റൈറ്റ് ദ കാൽക്കുലേഷൻ അലോങ് യൂസിങ് ലെറ്റേഴ്സ്. ഇത് നമുക്ക് എങ്ങനെ ലെറ്റേഴ്സ് വെച്ച് എഴുതാം, നമ്പർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എസ് ആണ്, എസ് ഈക്വൽ ടു m/4 എന്ന് പറയാൻ വേണ്ടി പറ്റും, എസ് ഈക്വൽ ടു m/4. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഇത് റൈസ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ മേക്ക് മാസ്റ്റിക് സ്ക്വയർ ലൈക്ക് ദിസ് ഓൾസോ. ഇനി നമുക്ക് മാസ്റ്റിക് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇവിടെ എന്താണ്, ആദ്യത്തെ ഉണ്ടാക്കിയപ്പോൾ 4 ആണ്, രണ്ടാമത്തെ ഉണ്ടാക്കിയപ്പോൾ അവിടെ എന്താണ് 8 ആയിട്ട് മാറിയോ, ഇല്ല, 8 ആയിട്ട് മാറുന്നില്ല അല്ലേ. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ആസ് എ ടേബിൾ ദ നമ്പർ ഓഫ് സ്ക്വയർ ആൻഡ് ദ നമ്പർ ഓഫ് മാസ്റ്റിക്സ് നീഡഡ് ടു മേക്ക് സ്ക്വയേഴ്സ് ലൈക്ക് ദിസ് ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മാസ്റ്റിക്കുകളുടെ നമ്പറും അതുപോലെ സ്ക്വയേഴ്സിൻ്റെ നമ്പറും തമ്മിലുള്ള ഒരു ടേബിൾ നമ്മളുടെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആണ്, നമുക്ക് ഇവിടെ എഴുതാം, ഉള്ള സ്പേസ് നമുക്ക് എഴുതാം. ഓക്കെ, ആദ്യം തന്നെ എഴുതുക, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് എഴുതി കൊടുക്കുക. നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വേണം എന്ത് കൊടുക്കണം, നമ്പർ ഓഫ് മാസ്റ്റിക് എന്ന് കൊടുക്കണം അല്ലേ. ഇനി ഒന്നാമത്തെ ഒരു സ്ക്വയർ ആണെങ്കിൽ അവിടെ എന്ത് വേണം, 1 × 3 + 1. ഓക്കെ, അപ്പോൾ എത്ര വേണം, 4 മാസ്റ്റിക് വേണം. ഇനി രണ്ടാമത്തെ സ്ക്വയർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണം, 2 × 3 + 1. 2 × 3 എത്രയാണ്, 6 + 1 എന്ന് പറയുന്നത് 7. മൂന്നാമത്തെ മാസ്റ്റിക് ഉണ്ടാക്കുകയാണെങ്കിൽ 3 × 3
+1 എന്ന് എഴുതി കൊടുക്കുക. 3 × 3 എത്രയാണ്? 9. 9 + 1 10. നാലാമത്തെ മാസ്റ്റിക് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ 4 × 3 + 1 ആണ്. 4 × 3 എന്ന് പറയുന്നത് 12, 12 + 1 എന്ന് പറയുന്നത് 13. ഇനി അഞ്ചാമത്തെ സ്ക്വയർ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ 5 × 3 + 1 ആണ്. 5 × 3 എന്ന് പറയുന്നത് 15, 15 + 1 16. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്ര മാസ്റ്റിക് ആണോ വേണ്ടത് അതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദിസ് റിലേഷൻ ബൈ ഡ്രോയിങ് പിക്ചേഴ്സ് ഷോയിങ് ഹൗ ടു സ്ക്വയർ ആർ മെയ്ഡ്. ഇനി എന്ത് ചെയ്യണം? നമ്മളുടെ അടുത്ത് ആ റിലേഷൻ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പിക്ചറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കാണിക്കാൻ. രണ്ടാമത്തെ ആൻസർ ആണ്. അപ്പോൾ ഒന്നാമത്തേതിൽ എന്ത് വേണം? ഒന്നാമത്തേതിൽ ഇങ്ങനെ 3 എണ്ണം വരയ്ക്കുക, +1 കൂടെ അല്ലേ, അഥവാ 1 × 3 + 1 ആണ്. ഇനി രണ്ടാമത്തെ നമ്മൾ വരക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? 2 എണ്ണം നമ്മൾ വരച്ചു കൊടുക്കണം, +1 കൂടെ വരക്കണം അല്ലേ. അപ്പോൾ എന്തായി? 2 × 3 + 1 ആയി. മൂന്നാമത്തെ വരക്കുമ്പോൾ നമ്മൾ ഇതുപോലെ 3 എണ്ണം വരച്ചു കൊടുക്കുക, +1 കൂടെ വരച്ചു കൊടുക്കുക, 3 × 3 + 1. നാലാമത്തെ വരക്കുമ്പോൾ ഇതുപോലെ 4 എണ്ണം വരക്കുക, എന്നിട്ട് +1 കൂടിയും, അഥവാ 4 × 3 + 1. ഓക്കെ, ഇതാണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു ടേബിൾ ആകിയിട്ട് ഇതും കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. റൈറ്റ് ദിസ് റിലേഷൻ ഡിനോട്ടിങ് ദ നമ്പർ ഓഫ് സ്ക്വയർ ബൈ എസ് ആൻഡ് ദ നമ്പർ ഓഫ് മാസ്റ്റിക് യൂസ്ഡ് ബൈ എം. അവിടെ എന്താണ്? സ്ക്വയറിൻ്റെ നമ്പറെ നമ്മൾ എസ് എന്നും അതുപോലെ തന്നെ മാസ്റ്റിക്കിൻ്റെ നമ്പറുകളെ നമ്മൾ എം എന്നും പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? എം എന്ന് പറയുന്നത് M = S ആണ് കേട്ടോ, S ആണ്. S × 3 + 1 അഥവാ M = 3S + 1 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇതിലെ നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? വാട്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആർ എസ് ആൻഡ് എം ഇൻ ദിസ്. ഇതിലെ എസും എം എന്ന് പറയുന്നത് എങ്ങനെയുള്ള നമ്പർ ആയിരിക്കും? എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? S = നാച്ചുറൽ നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അതുപോലെ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? M = മൾട്ടിപ്പിൾ ഓഫ് 3 + 1. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 3 + 1 ആയിരിക്കും എം എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. If we take a number which leaves a remainder 1 on division by 3, how do we calculate the number of squares that can be made like this using that many mastic? ഇപ്പോൾ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 റിമൈൻഡ് വരുന്ന ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത്രയും തീപ്പെട്ടി കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര സമചതുരം ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? അത് നമ്മൾ കണക്കാക്കേണ്ടത് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് സ്ക്വയർ ആണ് നമ്മൾ കണക്കാക്കേണ്ടത് അല്ലേ. നമ്പർ ഓഫ് സ്ക്വയർ, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് = നമ്പർ ഓഫ് മാസ്റ്റിക് -1 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ, 3 ആയിരിക്കും. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദിസ് കാൽക്കുലേഷൻ ഓൾസോ യൂസ് ഇൻ ലെറ്റേഴ്സ്. ഇത് എന്ത് ചെയ്യണം? ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് ലെറ്റർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് താഴെ എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ എസ് എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? S = M-1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, M-1 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു. സ്ഥലം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരികയും എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ നോക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. When equal number of mastic squares are made in the 2 different ways in the first and second question, what is the difference of the number of mastic used? ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് മാസ്റ്റിക് കൊണ്ട് സ്ക്വയേഴ്സ് ഉണ്ടാക്കി അല്ലേ. ആദ്യം പറഞ്ഞ പോലെയും രണ്ടാമത്തെ പറഞ്ഞ പോലെയും സ്ക്വയേഴ്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ വരുന്ന നമ്പർ ഓഫ് മാസ്റ്റിക്കിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ ഒന്നാമത്തെ നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 4 ഉപയോഗിക്കും, രണ്ടാമത്തേതിൽ നമ്മൾ 8 ഉപയോഗിക്കും അല്ലേ. ഇനി അടുത്തതാണെങ്കിൽ ആദ്യത്തേൽ 4 ഉണ്ടായിരിക്കും, രണ്ടാമത്തേൽ 7 മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 8 വരുന്നുണ്ട്, ഇവിടെ 7 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാണ് അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് =
ഈക്വൽ ടു നമ്പർ ഓഫ് സ്ക്വയർ മൈനസ് 1 ആണല്ലേ. എത്രയാണോ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് അതിൽ നിന്നും 1 കുറവായിരിക്കും രണ്ടാമത്തേത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഡിനോട്ടിംഗ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആസ് എസ് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് മാസ്റ്റിക് യൂസ്ഡ് ഇൻ ടു 2 ways ആൻഡ് എസ് ഡി. ഹൗ ഡു വി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എസ് ആൻഡ് ഡി? അഥവാ ഈ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എസ് എന്നെടുക്കുകയാണ്, അതുപോലെ തന്നെ മാസ്റ്റിക്കിൻ്റെ ഡിഫറൻസ് നമ്മൾ ഡി എന്നും എടുക്കുകയാണെങ്കിൽ അവിടെ എസ്സും ഡിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? ഇവിടെ ഡി എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു എസ് മൈനസ് 1 ആയിരിക്കും. ഡി ഈക്വൽ ടു എസ് മൈനസ് 1. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് റിലേഷൻ. ഈ റിലേഷൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത്? ബിക്കോസ് ദ സ്ക്വയേഴ്സ് ആർ ജോയിൻഡ്. ഓക്കെ, എന്താണ്? സ്ക്വയേഴ്സ് പരസ്പരം ജോയിൻ്റ് ആയതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, വൺ കിഡ് യൂസസ് 25 മാസ്റ്റിക്സ് ടു മേക്ക് സ്ക്വയേഴ്സ് ഇൻ ദ സെക്കൻഡ് വേ. അപ്പോൾ രണ്ടാമത്തെ വേയിൽ ഒരു കുട്ടി 25 മാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. So, how many mastic would be needed to make the same number of squares in the first way? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വേയിൽ ഉണ്ടാക്കാൻ വേണ്ടി എത്ര നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, എത്ര മാസ്റ്റിക് വേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അവിടെ എം എന്ന് പറയുന്നത് എം ഈക്വൽ ടു എന്താണ്? 3s മൈനസ് 1 ആണ് അല്ലേ. അഥവാ എസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? എം മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? എം എന്ന് പറയുന്നത് 25 ആണ്, അതിനെ 1 കൊണ്ട് മൈനസ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും? 25നെ 1 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 8. അപ്പോൾ അവിടെ എത്ര സ്ക്വയേഴ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക? 8 സ്ക്വയേഴ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, 8 സ്ക്വയേഴ്സ് എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സീ ദീസ് പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഇവിടെ എന്താണ്? ദ ഫസ്റ്റ് പിക്ചർ ഈസ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. ഒന്നാമത്തെ പിക്ചറിൽ 1 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ദ സെക്കൻഡ് പിക്ചർ ഈസ് എ റെക്ടാങ്കിൾ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗെദർ 2 such സ്ക്വയേഴ്സ്. രണ്ടാമത്തേത് അവിടെ എന്താ സംഭവിച്ചത്? രണ്ടാമത്തേതിൽ ഒരെണ്ണം കൂടെ അതേപോലെയുള്ള 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയറും കൂടെ ചേർത്ത് വെച്ചതാണ്. ദ തേർഡ് പിക്ചർ ഈസ് എ റെക്ടാങ്കിൾ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗെദർ 3 such സ്ക്വയേഴ്സ്. മൂന്നാമത്തേതിൽ എന്താ ചെയ്തത്? 3 എണ്ണം കൂടെ ഒരുമിച്ചിട്ട് വെച്ചതാണ്. ഇവിടെ ആദ്യത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ഈച്ച്. ഇവിടെ എന്താണ്? ഓരോന്നിൻ്റെയും പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നാമത്തേത് നോക്കൂ, ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫസ്റ്റ് പിക്ചർ. ഓക്കെ, ഫസ്റ്റ് പിക്ചർ ആണ്. ഫസ്റ്റ് പിക്ചർ ഈക്വൽ ടു ഇവിടെ ഓരോ സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ 4 ഭാഗം 4 സെൻറ്റിമീറ്റർ ആവും അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വരും. ഇനി സെക്കൻഡ് പിക്ചർ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് പിക്ചർ ഇവിടെ 1 സെൻറ്റിമീറ്റർ, 2, 3, 4, ഓക്കെ 5, 6. അപ്പോൾ അവിടെ മുകളിൽ 6 സെൻറ്റിമീറ്റർ വരുന്നുള്ളൂ, ഈ ഇടയിൽ നമ്മൾ വേണ്ട അല്ലേ. അപ്പോൾ അവിടെ ടോട്ടൽ വരുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി തേർഡ് പിക്ക് അവിടെ 1, 2, 3 മോളും വരും അല്ലേ. 3 എത്രയായി? 6 ആയി, 7, 8. അപ്പോൾ ടോട്ടൽ വരുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ് അവിടെ ടോട്ടൽ വരുന്നത്. ഓക്കെ, 8 സെൻറ്റിമീറ്റർ വരും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗെദർ 4 സച്ച് സ്ക്വയർ ലൈക്ക് ദിസ്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം ഓരോ ചതുരത്തിലെയും സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ എണ്ണവും ഇതുപോലെ 4 സ്ക്വയേഴ്സ് ഒരുമിച്ച് ചേരുമ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ഇനി 5 എണ്ണം വരികയാണെങ്കിൽ അതിൻ്റെ എത്രയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതി കൊടുക്കാം? 4 എണ്ണം വരുമ്പോൾ എത്രയാണ് എന്ന് എഴുതി കൊടുക്കാം അല്ലേ. 4 വരുമ്പോൾ 4 സ്ക്വയേഴ്സ് വരുമ്പോൾ എത്രയായിരിക്കും? ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ 4, പിന്നെ വന്നപ്പോൾ 6, പിന്നെ വന്നപ്പോൾ 8. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ 2ൻ്റെ ടേബിൾ ആണ് അല്ലേ. 4, 6, 8. അപ്പോൾ അടുത്ത എത്രയായിരിക്കും?
10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 5 എടുക്കുകയാണെങ്കിൽ 5 എടുക്കുമ്പോൾ എത്രയായിരിക്കും? 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, മേക്ക് എ ടേബിൾ ഓഫ് ദ നമ്പർ ഓഫ് സ്ക്വയർ യൂസ്ഡ് ടു മേക്ക് ദ റെക്ടാങ്കിൾസ് ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദ പെരിമീറ്റർ? എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് റിലേഷൻ. അടുത്ത പറയുന്നത് ആദ്യം മുതൽ നമ്മൾ ഓരോ ചതുരവും കൂടെ എടുക്കാം. എന്നിട്ട് അതിലെ നമ്പർ ഓഫ് സ്ക്വയേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ പെരിമീറ്റർ നമ്മളൊരു ടേബിളായിട്ട് എഴുതി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് സ്ക്വയേഴ്സും അതിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഒരു ടേബിളാണ് നമ്പർ ഓഫ് സ്ക്വയർ അല്ലേ, നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. അടുത്ത എന്തോ കൊടുക്കണം? അതിൻ്റെ പെരിമീറ്റർ. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തേതിൽ പെരിമീറ്റർ വരുന്നത് 4 ആണ്, രണ്ടാമത്തേതിൽ വരുന്നത് എത്രയാണ്? 6 ആണ്, മൂന്നാമത്തേതിൽ വരുന്നത് 8 ആണ്, നാലാമത്തെ വരുന്നത് 10 ആണ്, അഞ്ചാമത്തെ വരുന്നത് 12 ആണ്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഈ 4 എന്ന് പറയുന്നത് 4, 6, 8 അതെന്താണ്? നമ്മൾ എത്രയാണോ നമ്പർ ഓഫ് അതിൻ്റെ നീളം വീതി അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തതാണ്. അഥവാ 2 ഇൻറ്റു എന്ത് കൊടുക്കുക? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. ഡിനോട്ടിംഗ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ബൈ എസ് ആൻഡ് ദ പെരിമീറ്റർ ബൈ പി, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം. ഇനി നമ്മൾ എന്ത് കൊടുക്കുകയാണ്? പെരിമീറ്ററിനെ പി എന്നും നമ്പർ ഓഫ് സ്ക്വയറിനെ എസ് എന്നും കൊടുക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് റിലേഷൻ എഴുതാൻ വേണ്ടി പറ്റും എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾക്ക് കൊടുക്കാം പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു എന്താണ്? ആ ഒരു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് അല്ലേ, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് പ്ലസ് 1 ആണ്. അഥവാ ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ അല്ല, പി ഈക്വൽ ടു 2s പ്ലസ് 1 എന്നുള്ളതാണ്. ഓക്കെ, ഒന്നും കൂടെ എഴുതാം. 2 ഇൻറ്റു s പ്ലസ് 1 എന്നുള്ളതാണ്. To get a rectangle of perimeter 1 centimeter, how many squares must be joined like this എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഇപ്പോൾ ഒരു ചുറ്റളവ് 1 മീറ്റർ, പെരിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു സ്ക്വയർ കിട്ടണമെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ കിട്ടണമെങ്കിൽ എത്ര സ്ക്വയേഴ്സ് നമ്മളവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കാണേണ്ടത്? നമുക്കറിയാം 2s പ്ലസ് 1 ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ എസ് പ്ലസ് 1 എത്രയാണ്? 2s പ്ലസ് 1 എന്ന് പറയുന്നത് 100 ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് പ്ലസ് 1 ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ എസ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 100 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 50. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്ലസ്സിനെ ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലേ. അഥവാ 50 മൈനസ് 1 49 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ 49 സ്ക്വയേഴ്സ് ഉണ്ടായാലേ നമുക്കതിന് ഒരു 100 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും. മുഴുവൻ പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കി. ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 12th ചാപ്റ്റർ ആണ്, ഡാറ്റ പിക്ചേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.